ചാർലി സാർ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോകും. മാത്രമല്ല, നമ്മുടെ സാധാരണക്കാരുടെ ഈ കേസിൽ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവരുടെ സംശയങ്ങൾ പോലും സംശയങ്ങളായിട്ട് അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പോൾ ശ്രീ പണ്ഡിയാൽ ഷാജി പറഞ്ഞ പോലെ കൃത്യമായിട്ട് നവീൻ ബാബുവിൻ്റെ ഈ ദുരൂഹമരണം മാത്രമല്ല, പലരും ഈ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയും അന്വേഷണം ചെന്നെത്തിയിട്ടില്ല. കൃത്യമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും എത്രത്തോളം സാധ്യതയുണ്ട്? ഈ കേസ് എന്തായാലും വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ആശ്വസിക്കുന്നവർ നിരവധി പേരുണ്ടാകും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഈ ഗാങ്സ്റ്റർ ഗ്രൂപ്പ്, ഈ മാഫിയ, അവരൊരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധിക നാളില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ ഉള്ള എന്തൊക്കെ സാധ്യതകൾ ഉണ്ട്? താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഭയങ്കര സാധ്യത ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിന് ശേഷം SIT തന്നെ മഞ്ജുഷയുടെ കൈ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് പേരുടെ ശ്രദ്ധയിൽ വന്ന് കാണത്തില്ല. ഈ സിംഗിൾ ബെഞ്ച് വാദം നടത്തിയത് നവംബർ ലാസ്റ്റോ ഡിസംബർ ഫസ്റ്റിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ ടുക്ക് എ ലോങ് ടൈം. ജനുവരി മാസം 6-ാം തീയതിയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് പറയുന്നത്. അത് SITക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് പിന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മഞ്ജുഷയും കൂടി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം, ഈ കൊലപാതകമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് കുറേ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജനുവരി മാസം 6-ാം തീയതി. ജനുവരി മാസം 30-ാം തീയതി മഞ്ജുഷ അപ്പീൽ ഫയൽ ചെയ്യുന്നു. അതിൽ 6-ാം തീയതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നു. അതിനുശേഷം 11-ാം തീയതി രാംകുമാർ സാറും ചെല്ലുന്നു. 3-ാം തീയതി ഈ ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നു. വിത്തിൻ 2 or 3 days SIT കൊണ്ട് പിന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഹൈക്കോടതിയുടെ പറഞ്ഞ് നിങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾക്കറിയാം എങ്ങനെ, അതായത് ഈ വിധി പറയുന്നതിന് മുമ്പ് ഈ വിധി എങ്ങനെ ആയിരിക്കും എന്ന് ഒരുപക്ഷെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷനും പരിഗണിക്കാതെ തന്നെ അവരുടേതായിട്ടുള്ള രീതിക്ക് അന്വേഷണം നടത്തി കുറ്റപത്രം റെഡിയാക്കി വച്ചിരിക്കുകയായിരുന്നു. അതായത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധി വരിക, കുറ്റപത്രം ഫയൽ ചെയ്യുക. ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ അവതരിപ്പിക്കണം. കാരണം ഈ അന്വേഷണം പിന്നെ SIT വന്നിട്ട് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിന് പോലും ഒരു വിലയും കൊടുക്കുന്നില്ല. ഇത് അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കി വച്ചു. ഈ വിധി വന്നതിന് ഉടനെ തന്നെ ഫയൽ ചെയ്തു. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇൻവോൾവ് ആയ കേസാണെന്നുണ്ടെങ്കിൽ അതിൽ CBI കൊടുക്കാമെന്ന് നിരന്തരം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കളക്ടറുടെ ഇൻവോൾവ്മെൻറ്റ് കളക്ടറെ പ്രതിയാക്കണം. ഹീ ഈസ് എൻ അക്യൂസ് ഇൻ ദിസ് കേസ്. അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലീഗൽ ഒമിഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്കും ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ വന്നിട്ട് അദ്ദേഹത്തിനെ പ്രതിയാക്കണം. അതുപോലെ തന്നെ ഈ പിന്നെ IAS ലോബി ഈ കേസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. അത് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടെ എടുക്കുക. ഈ പിന്നെ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ കൊടുത്ത ആ പരാതിയുടെ ഇതും കൂടെ എടുക്കുക. അത് ദേ വേർ അൺനെസസറിലി ഇൻ്റർഫിയറിങ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ് എന്നുള്ള ഒരു ഇതെടുക്കുക. പിന്നെ വന്നിട്ട് പിന്നെ മഞ്ജുഷയുടെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടണം. അതാണ് നേരത്തെ പറഞ്ഞ ഈ കേസ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ദ കമ്മിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഭരണഘടനാ ബെഞ്ച് 5 ജഡ്ജിമാരെന്ന് പറഞ്ഞതാണ്. അതായത് സ്റ്റേറ്റിൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും വന്നിട്ട് CBI അന്വേഷണം അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ജഡ്ജ്മെൻറ്റിനെ തന്നെ എടുത്തിട്ട് പറയുക, നല്ലൊരു വക്കീലിനെയും വയ്ക്കുക. ഇത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ഇപ്പം മഞ്ജുഷയ്ക്കും കുട്ടികൾക്കും എതിരെ മാത്രമുള്ളൊരു കുറ്റമല്ല. ഒരു കുറ്റകൃത്യം വരുമ്പോൾ അത് സമൂഹത്തിന് എതിരായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ്. പിന്നെ അവസാനത്തെ പോയിൻ്റ്, ഈ കേരളത്തിലുള്ള ആരും തന്നെ ഈ അന്വേഷണം ശരിയാണെന്ന് വിചാരിക്കുന്ന 1%-2% പേര് കാണുമായിരിക്കും. ദേ മേ ഹാവ് ദെയർ ഓൺ റീസൺസ് ഫോർ ദാറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പബ്ലിക് ഇൻ കേരള അവരെ സംബന്ധിച്ചോളം ഈ നീതിയുക്തമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം നീതി നടപ്പായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കപ്പെടുന്നു എന്ന് പൊതുജനത്തിന് ഒരു ബോധ്യം കൂടെ വരണം. അപ്പം മലയാളികൾക്ക് ആ ബോധ്യം ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ ഈ ഗ്രൗണ്ട്സൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു വക്കീലും ആയിരിക്കണം, ഒരു ക്രെഡിബിളായിട്ടുള്ളൊരു വക്കീൽ തന്നെ ആയിരിക്കണം. അതിന് ഇവിടെ പ്രതിപക്ഷവും BJP കൊണ്ട് അവരൊക്കെ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പൊതുജനങ്ങൾക്കും അതിൽ സഹകരിക്കാൻ പറ്റും, കാരണം വലിയ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇഫ് യു ഗോ ടു ദ സുപ്രീം കോർട്ട് സീരിയസ് ആയിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്യണം. കാരണം ഇത് വന്നിട്ട് ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കും. CBI അന്വേഷണം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുഖത്തേക്കാണ് ഒരു അടിയായിരിക്കും, ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റും ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ മഞ്ജുഷ പോവുകയാണെങ്കിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.